ഡീസൽ അടിക്കണമെങ്കിൽ താക്കോൽ വണ്ടിയുടെ ഊരി കൊടുക്കണം. വണ്ടി എൻജിൻ ഓഫ് ചെയ്യണം. ഇതൊരു പഴയ ടെക്നോളജിയാണ്. ഹായ്, ഐ ആം ബ്രിൻഡോ. തൊമ്മൻകുത്ത് സൈഡിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സൺഡേ ആണ്. എല്ലാ സൺഡേയും ഇതുപോലെ ഇടുക്കി ജില്ല എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ പറ്റുന്ന രീതിയിൽ ഇടുക്കി ജില്ലയിൽ മെയിൻ ക്യാമ്പിംഗ് സ്പോട്ടുകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. എൻ്റെ വീഡിയോസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. തൊമ്മൻകുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു പാലമുണ്ട്. ആ പാലത്തിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ്. മെയിൻ റോഡാണ് ആ പോകുന്നത്. ആ ടാറിങ് കാണുന്ന മെയിൻ റോഡാണ്. അവിടെ നിന്ന് കുറച്ച് മാത്രമേ ഉള്ളിലേക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് 4 വീൽ ഡ്രൈവ് വണ്ടി വേണമെന്നില്ല. നമുക്ക് കാറിലാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പുഴയുടെ അടുത്ത് വരെ വണ്ടി എത്തുന്നതാണ്. ഫോർ വീൽ ഡ്രൈവ് അല്ലാത്ത വണ്ടികൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന അത്ര സേഫ് അല്ല. തിരിച്ച് കയറി വരാനൊക്കെ പാടായിരിക്കും. ടയറെങ്ങാനും താന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടാണ്. അപ്പോൾ കാറുമായിട്ട് വരുന്നവർ വണ്ടി മേളിലിട്ടിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ. പിന്നെ 4 വീൽ ഡ്രൈവ് വണ്ടിയാണെങ്കിലും ചിലപ്പോൾ താന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 വണ്ടിയെങ്കിലും ഇല്ലെങ്കിൽ നമ്മളൊരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം മണ്ണ് നല്ല നനവുള്ള മണ്ണാണ്. തനിച്ച് വരുമ്പോൾ ഒരു വണ്ടിയായിട്ട് വരുന്ന ആൾക്കാർ റിസ്ക് എടുക്കാതിരിക്കാനാണ് നല്ലത്. ജിന്നു ചായ ഉണ്ടാക്കാനുള്ള പരീക്ഷണത്തിലാണ്. എൻ്റെ കളർ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ടോ അറിഞ്ഞാലും. അത് വല്ലപ്പോഴും ഒരു ചായയൊക്കെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിലേ ഈ സംശയങ്ങളൊക്കെ മാറി കിട്ടില്ലേ. നല്ല ചായ എന്നോട് ചോദിക്കാനാ നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഈ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ താഴോ എൻ്റെ എന്തെങ്കിലും കുഴികളൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ചാടിക്കയറി വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. നന്നായിട്ട് നീന്തൽ അറിയാമെങ്കിൽ പോലും ഈ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മുടെ മസിൽസൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത്രയും നീന്താനൊക്കെ പെട്ടെന്ന് പാടായിരിക്കും. സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന മാതിരി തണുത്ത വെള്ളത്തിൽ നീന്തുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മസിലൊക്കെ ക്യാച്ച് ചെയ്യും. അപ്പോൾ എപ്പോഴും സേഫായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പരീക്ഷണമാണ്. ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഓണിങ്സ് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇതിൻ്റെ മുകളിലെ പടുതയ്ക്ക് ഒരു 1500 രൂപ വിലയായിട്ടുണ്ട്. പിന്നെ 2 പോളിനും കൂടെ 2 എണ്ണത്തിനും കൂടെ കൂടി അത് 2.3 മീറ്റർ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോളാണ്.
അതിന് 2 എണ്ണത്തിനും കൂടെ കൂടി 2000 രൂപ വിലയായി. പിന്നെ ഈ പ്ലാസ്റ്റിക് കയർ മേടിച്ചത്, അത് തൂക്കിയാണ് മേടിച്ചത്. അതിന് ഒരു 200 ഗ്രാമിന് 50 രൂപ താഴെ ആയിട്ടുള്ളൂ. മൊത്തത്തിലൊരു 3100 രൂപയിൽ നമുക്കൊരു ഓണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വണ്ടി നിർത്തിയിട്ട് വണ്ടിയുടെ സൈഡിലേക്ക് നമുക്ക് മഴയും വെയിലൊന്നും കൊള്ളാതെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതിനാണ് ഓണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓണിങ്സ് പല ബ്രാൻഡുകളിലും മേടിക്കണമെങ്കിൽ 20,000 മുതലാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ചീപ്പായിട്ട് ഒരു പാവങ്ങളുടെ ഓണിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ചീപ്പായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഇത് നമുക്ക് ഇച്ചിരി നമ്മുടെ ആവശ്യം നടന്നാൽ മതിയല്ലോ. ഇതാകുമ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് മടക്കി എടുത്തുകൊണ്ട് പോകാം. മറ്റേ ഓണിങ്സ് ആണെങ്കിൽ വണ്ടിയുടെ സൈഡിൽ നമുക്ക് പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വണ്ടിയുടെ ആ ഒരു ഭംഗി പോകത്തുമില്ല, വണ്ടിക്കകത്ത് നമുക്ക് മടക്കി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ഇത് നമുക്ക് ടെൻ്റായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, കൺവേർട്ട് ചെയ്യാം ടെൻ്റായിട്ട്. മിലിറ്ററി ടെൻറ്റ് പോലെ നമുക്കിത് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. ഈ സ്ഥലം തൊമ്മൻകുത്ത് പോകുന്ന വഴിക്കുള്ള ഈ സ്ഥലം. ഇതിൻ്റെ മാപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. കല്ല് ആടിക്കഴിഞ്ഞപ്പോൾ ഇതിലോട് പൊളി താഴെ വീഴൂ. നിൽക്കാൻ പറ്റില്ല.
കറങ്ങാത്ത കാരണം ഭയങ്കര വിഷമമായിരുന്നു.